നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യജീവന ഭീഷണിയാകുന്ന രീതിയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ വയനാട്ടിൽ ജനരോഷം ആളിക്കത്തുകയാണ്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളി ടൗണിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ജനരോഷം ഇരമ്പി. വനവകുപ്പിന്റെ ജീപ്പ് തകർത്തു ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു. നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് ജോലിയും നൽകുമെന്ന് ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായെങ്കിലും സ്ഥലത്തിപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും ജിൻസും ചേരുന്നുണ്ട്. ആദ്യം അനീഷ് കുമാറിലേക്കാണ്. അനീഷ്, ഈ പോളിന്റെ മൃതദേഹവുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് വയനാട് പുൽപ്പള്ളി ടൗൺ സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ടോ? കാരണം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണോ നാട്ടുകാരുടെ തീരുമാനം? ടോം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കർഷക രോഷത്തിനാണ് പുൽപ്പള്ളി ടൗൺ ഇന്ന് വയനാട് ജില്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്നലെ അപ്പോൾ മരിച്ച ശേഷം പ്രഖ്യാപിച്ച ഹർത്താലുകൾ ഇന്ന് ജില്ലയിൽ പുരോഗമിക്കുന്ന സാഹചര്യമാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും നാട്ടുകാർ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ ഇറങ്ങി വലിയ പ്രതിഷേധ ജാഥകൾ നടത്തുന്ന ദിവസമാണ്. പുൽപ്പള്ളി ടൗൺ ആണ് ഒരു പ്രധാന സമര കേന്ദ്രമായി ഇന്ന് മാറിയത്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലും ഒപ്പം ട്രാഫിക് ജംഗ്ഷനിലും തമ്പടിച്ച് നാട്ടുകാർ പ്രതിഷേധം നടത്തുകയായിരുന്നു. പോളിൻ്റെ മൃതദേഹം വഹിക്കുന്ന ആംബുലൻസ് ടൗണിൽ തന്നെ ഇട്ട് അതിൻ്റെ മുന്നിൽ പ്രതിഷേധിച്ചാണ് ആളുകൾ മുന്നോട്ട് നീങ്ങിയത്. ജനപ്രതിനിധികളും വനംവകുപ്പും പോലീസും എല്ലാം പ്രതിഷേധക്കാരുടെ ചൂടറിയുകയും ചെയ്തു. വനംവകുപ്പ് വാഹനം തകർത്ത് അതിൻ്റെ റൂഫുകൾ മാറ്റി റീത്ത് വെച്ച് ഒപ്പം ചത്ത കന്നുകാലിയുടെ മൃതദേഹം ആ വാഹനത്തിൽ ഇട്ടാണ് വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ജനപ്രതിനിധികൾക്കടക്കം ജനക്കൂട്ടത്തിലേക്ക് ചെല്ലാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ടി സിദ്ദിഖ് MLA-ക്കും IC ബാലകൃഷ്ണൻ MLA-ക്കും നേരെ കുപ്പിയെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങി. പോലീസ് 2-3 വട്ടം ലാത്തി വീശിയെങ്കിലും ജനക്കൂട്ടത്തെ പൂർണ്ണമായും പിരിച്ചുവിടാൻ കഴിയാത്ത, അല്ലെങ്കിൽ വലിയ ബലപ്രയോഗം ജനങ്ങൾക്ക് നേരെ ചൊലുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രതിഷേധങ്ങൾ മാറി. സർക്കാർ പലതരത്തിലുള്ള ഇടപെടലുകൾ പല സമയത്തായി നടത്തിയിട്ടും ജനക്കൂട്ടം ഇതിലൊന്നും തൃപ്തരാവാത്ത സാഹചര്യം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾക്കറിയാം, വയനാട് ജില്ല നേരിടുന്ന രൂക്ഷമായ വന്യജീവി പ്രശ്നം. അജീഷിൻ്റെ മരണം, വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച അജീഷിന് ശേഷം ഇത്തരമൊരു മരണം
ആവർത്തിക്കില്ല എന്ന് സർക്കാർ അധികൃതർ ആവർത്തിച്ച് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. അതിനുശേഷം കടുവ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, വീണ്ടും ആന ഇറങ്ങുന്നു. ഒടുവിൽ വീണ്ടും ആനയുടെ ആക്രമണത്തിൽ ഒരു വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരൻ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ജനരോക്ഷം അണപൊട്ടി അക്ഷരാർത്ഥത്തിൽ ഒഴുകുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി ഉറപ്പുകൾ അജീഷിൻ്റെ മരണസമയത്ത് നൽകിയതുപോലെ തന്നെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാം, 10 ലക്ഷം രൂപ ഉടൻ നൽകാം, 40 ലക്ഷം രൂപ നൽകുന്ന കാര്യത്തിൽ സർക്കാരുമായി ഉടൻ ആലോചിച്ചൊരു തീരുമാനം പറയാം എന്ന് പറയുന്നു. ഒപ്പം മകൾക്ക് ഉന്നത പഠനത്തിനുള്ള സഹായം നൽകാം, ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം 10 ദിവസത്തിനുള്ളിൽ അറിയാം, അദ്ദേഹത്തിൻ്റെ കടങ്ങൾ പൂർണ്ണമായും സർക്കാർ അടച്ചു തീർക്കാം എന്നിങ്ങനെയുള്ള പല വാഗ്ദാനങ്ങളും നൽകുന്നെങ്കിൽ പോലും ഇതിലൊന്നും ജനം തൃപ്തരാവാതെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്ന അങ്ങേയറ്റം സങ്കീർണമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. കാരണം അജീഷിൻ്റെ മരണം നടന്നപ്പോൾ ഇതായിരിക്കണം ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ പൊലിയുന്ന അവസാന ജീവനെന്ന് ആവർത്തിച്ച് ആർത്തു വിളിച്ച ജനമാണ്. പക്ഷേ അവർക്ക് മുന്നിലേക്കാണ് വീണ്ടും ഒരു ആൾ ഇതേ രീതിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജനരോക്ഷം അണപൊട്ടി ഒഴുകുന്നു. ഈ താൽക്കാലികമായി മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിച്ചെങ്കിൽ പോലും വഴിനീള പ്രതിഷേധങ്ങളുണ്ടാവും. ആ നാട്ടിൽ പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. ജില്ലയുടെ വിവിധയിടങ്ങളിലായി ജനം തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച, സ്ത്രീകളും കുട്ടികളും വൈദികരും കർഷകരും ട്രാക്ടറുകളും ഒക്കെ എന്തി ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ഈ ജനരോഷത്തെ തണുപ്പിക്കാൻ ചെറിയ മാർഗങ്ങളൊന്നും പോരാ. പ്രത്യേകിച്ചും വനം മന്ത്രി ഇതുവരെ അജീഷിൻ്റെ മരണ ശേഷം പോലും ഇതുവരെ ആ കുടുംബത്തെ കാണാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് ഒരു വനം വകുപ്പിന്റെ ജീവനക്കാരൻ ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അത് തന്നെയാണ് വലിയൊരു പ്രതിഷേധത്തിന് കാരണം. സ്വാഭാവികമായും ജനങ്ങൾ ഉയർത്തുന്ന ആ ഒരു ആവശ്യവും ന്യായമല്ലേ? നമുക്കറിയാം, സാധാരണ ഏതൊരു ദുരന്തം സംഭവിച്ചാലും അവിടെ മന്ത്രിമാർ വരാറുണ്ട്, ജനങ്ങളെ കേൾക്കാറുണ്ട്, അവരുടെ പ്രശ്നത്തിലൊക്കെ ഇടപെടാറുണ്ട്. പക്ഷേ ഇത്തരം ഗുരുതരമായൊരു സാഹചര്യം വയനാട് അടക്കമുള്ള മലയോര മേഖലകളിൽ, മലയോര ജില്ലകളിൽ രൂക്ഷമായ സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു മന്ത്രിസഭാംഗം പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത്? ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഇന്ന് കോൺഗ്രസിന്റെ ചില MLA-മാർ, ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള MLA-മാർ സ്ഥലത്തെത്തിയിരുന്നു, പ്രതിഷേധക്കാർക്കൊപ്പം പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു. പക്ഷെ അവർക്ക് നേരെയും ജനരോക്ഷം ഇരമ്പുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഇവിടുത്തെ കർഷകരുടെയും നാട്ടുകാരുടെയും പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടൊരു സമര രംഗത്തേക്ക് ഇറങ്ങാൻ വൈമുഖ്യം കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയല്ലേ നാട്ടുകാർ ഈ രീതിയിൽ തെരുവിലിറങ്ങാൻ കാരണമായത്, അവരെ നിർബന്ധിതരാക്കിയത്? അനീഷ്, തീർച്ചയായും ടോം, ഈ അജീഷിൻ്റെ മരണം നടന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരിടയ്ക്ക് പോലും, അതായത് ആദ്യത്തെ ദിവസങ്ങളിലെ കലാപം ഒന്ന് ശമിച്ചു, സാധാരണഗതിയിലേക്ക് ജനജീവിതം മടങ്ങിയെത്തി. ആ സമയത്തെങ്കിലും വേണമെങ്കിൽ വനമന്ത്രിക്ക് ആ വീട്ടിലെത്തി ആ കുടുംബത്തോടുള്ള ഒരു ഐക്യപ്പെടൽ നടത്താമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷമാണ് വീണ്ടും ഒരു മരണമുണ്ടാകുന്നത്. ആ മരണമുണ്ടാകുമ്പോഴും അദ്ദേഹം ചുരം കയറി എത്താൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം. കാരണം മന്ത്രിക്കറിയാം, ഒരുപക്ഷെ ഈ സമയത്ത് ഈ കാര്യങ്ങൾ, പ്രതിഷേധങ്ങൾ ആറിത്തണുക്കും മുമ്പ് വയനാട്ടിലേക്ക് എത്തിയാൽ ജനരോഷത്തിൻ്റെ ചൂട് അറിയുമെന്ന് അദ്ദേഹത്തിനറിയാം. കാരണം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളെ ഒന്നടങ്കം വയനാടുകാർ ബഹിഷ്കരിക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ അവരെ കൂകി വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടി സിദ്ദിഖും IC ബാലകൃഷ്ണനുമൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയാണ് വയനാട്ടിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ പോലും ഒരു ജനാധിപത്യ സംവിധാനങ്ങളെയും ഒരു ഔദ്യോഗിക സംവിധാനങ്ങളെയും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് വയനാട്ടിലെ ജനത മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയോ വനമന്ത്രിയോ MLA-യോ MP-യോ ഒന്നുമല്ല അവർക്ക് പ്രശ്നം. ഒരു തരത്തിലുമുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ അവർ വിശ്വസിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം അവരുടെ സ്വത്തിനും ജീവനും ഒരു തരത്തിലുമുള്ള സംരക്ഷണം ലഭിക്കുന്നില്ല. ഓരോ ആഴ്ചയിലും ഓരോരുത്തർ വീതം വന്യമൃഗ ആക്രമണത്തിൽ മരിക്കുന്ന കാഴ്ച, വീടിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന ആൾ മരിക്കുന്നു, കടുവ ഭക്ഷിച്ചൊരാളെ കൊല്ലുന്നു. തലനാരിഴയ്ക്കാണ് ഒരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഒരു വനംവകുപ്പ് ജീവനക്കാരന് പോലും തൻ്റെ ജോലി സ്ഥലത്ത് പോലും ഒരു സുരക്ഷയില്ലെങ്കിൽ പിന്നെ എന്ത് തരത്തിലുള്ള സംവിധാനങ്ങളെയാണ് ഈ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യമാണ്. ഗോക്ക് ബാക്ക് വിളികളുമായാണ് അവർ പോലീസിനെയും വനംവകുപ്പിനെയും ഒക്കെ നേരിടുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ചൂടാണ് അല്പസമയം മുമ്പ് ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും ഒക്കെ അറിഞ്ഞത്. കാരണം അവർക്കെതിരെയുള്ള വ്യക്തിപരമായ വിമർശനം അല്ലെങ്കിൽ വ്യക്തിപരമായ കൂകുവിളികൾ അല്ലെങ്കിൽ പോലും ജനാധിപത്യത്തിന് നേരെ, ജനപ്രതിനിധികൾക്ക് നേരെയുള്ള ഒരു പ്രതീകമായി തന്നെ നമുക്കിതിനെ കരുതാം. എന്തായാലും 20 ഉന്നതതല സംഘം, പ്രത്യേകിച്ചും വനമന്ത്രിയും പഞ്ചായത്ത് മന്ത്രിയും തദ്ദേശഭരണ മന്ത്രിയും അടക്കമുള്ളവരൊക്കെ ഈ വയനാട് ജില്ലയിൽ എത്തി ചർച്ചകൾ
നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കം പങ്കെടുക്കണം. തദ്ദേശഭരണ പ്രതിനിധികൾ, MLA-മാർ, MP ഒക്കെ പങ്കെടുത്തൊരു യോഗം വിളിച്ചു ചേർത്ത് എന്താണ് ശാശ്വത പരിഹാരം ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾക്ക് എന്നത് സംബന്ധിച്ച ചർച്ച നടത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 13-ന് തിരുവനന്തപുരത്ത് ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. അന്ന് വയനാട്ടിലെ ജനപ്രതിനിധികൾ വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയാണ് ചർച്ചകൾ നടത്തുകയും ഈ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണം ഇനി ജനവാസ മേഖലകളെ ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നതിനെക്കുറിച്ചൊക്കെ ആലോചനകൾ നടത്തിയിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ആലോചനകൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വയനാട്ടിലേക്ക് എത്തട്ടെ, വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഈ ജനപ്രതിനിധികൾ കാണട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് വയനാട്ടുകാർ ഉള്ളത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, സ്ഥാനമന്യേ, വലിപ്പച്ചെറുപ്പമന്യേ ജനപ്രതിനിധികൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അണപൊട്ടിയൊഴുകുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പുൽപ്പള്ളിയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്നത്. ടോം. തീർച്ചയായും അനീഷിലേക്ക് തിരികെ എത്താൻ. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോടുള്ള വിശ്വാസം, ജനാധിപത്യ സംവിധാനങ്ങളുള്ള വിശ്വാസം വയനാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു ഇന്ന് വയനാട്ടിൽ പുൽപ്പള്ളി ടൗണിൽ കണ്ടത്. കാരണം പരസ്പരം പഴിചാരുന്ന കേന്ദ്ര സർക്കാരിനാണ് ഇതിന് ഉത്തരവാദിത്വമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ. എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്, കെടുകാര്യസ്ഥത അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് BJP-യും കോൺഗ്രസും രംഗത്ത് വരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയുടെ ഒരു വീഴ്ചയാണ്, കർണാടകയിലെ വനവകുപ്പിൻ്റെ വീഴ്ചയാണ് അവിടെ നിന്നും ഈ ബേലൂർ മഗ്നയെ പോലുള്ള കാട്ടാനകൾ കേരളത്തിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ന വലിയ വിമർശനം മറുവശത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ജിൻസിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ജിൻസ്, എന്തായാലും നമുക്കറിയാം ഈ ഒരു ദിവസത്തെ പ്രതിഷേധം കൊണ്ടൊന്നും വയനാട്ടുകാർ പിന്നോട്ട് പോകുന്നില്ല. പോലീസ് അടിച്ചമർത്താൻ നോക്കുന്നുണ്ട്, ലാത്തി വീശുന്നുണ്ട്. പക്ഷേ ഒരു സമരാഗ്നി അവിടെ ആളിക്കത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ ഇറക്കി വിട്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? സമരം ഇപ്പോഴും കൂടുതൽ രൂക്ഷമാകുന്നൊരു സാഹചര്യമാണോ ഉള്ളത്? അതോടൊപ്പം അറിയേണ്ടത്, കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതദേഹവുമായി ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്? ജിൻസ്. ടോം നേരത്തെ പറഞ്ഞതുപോലെ സമരം ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് വയനാട് പുൽപ്പള്ളിയിൽ കാണുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പോളിന്റെ മൃതദേഹവുമായി 9:45 ഇവിടെ എത്തിയത്. അതിനുശേഷം സർവകക്ഷി യോഗമായിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രതിഷേധവുമായി ആയിരക്കണക്കിന് ആളുകൾ പുൽപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. തങ്ങൾക്കും ജീവിക്കണം ഈ നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സമരം തുടക്കം മുതലേ ഈ മൃതദേഹവുമായി വെച്ചുകൊണ്ട് സമരം ആരംഭിച്ചത്. 2 മാസത്തിനിടെ 4 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. അജീഷിനെ കൊലപ്പെടുത്തി 7 ദിവസം പിന്നിടുമ്പോഴാണ് അടുത്ത മരണം ഉണ്ടാകുന്നത്. ആളുകളെ ഞെട്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതൊക്കെ തന്നെയാണ് ജനങ്ങളെ വീണ്ടും പ്രകോപന രീതിയിലേക്ക് എത്തിക്കാൻ കാരണമായത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, അജീഷ് കൊല്ലപ്പെട്ട സമയങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ രീതിയിലായിരുന്നെങ്കിൽ ഇത്തവണ ജനങ്ങളെല്ലാം അക്രമസക്തമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അടക്കം ഉള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഈ പുൽപ്പള്ളിയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ജനങ്ങൾ ശാന്തരാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുറച്ചു നേരത്തെ ആംബുലൻസിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധിച്ചത്. ഈ നേരത്തെ സംയുക്ത ചർച്ചയിൽ തീരുമാനമായിരുന്നു 50 ലക്ഷം രൂപ നൽകും, ഭാര്യയ്ക്ക് ജോലി നൽകും, 10 ലക്ഷം രൂപ ആദ്യം നൽകും, 40 ലക്ഷം രൂപ ശുപാർശ നൽകും, ബാക്കി ഈ പോളിന്റെ മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരുന്നു. അത് ബത്തേരി MLA IC ബാലകൃഷ്ണനായിരുന്നു ഈ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഇതിനെ ഈ തീരുമാനത്തോട് യോജിച്ചെങ്കിലും മറ്റൊരു വിഭാഗം ഇതിനെ എതിർക്കുകയായിരുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം, ഇനി ഒരിക്കലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെടരുത്, ഒരു ജീവനും പൊലിയരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ജനപ്രതിനിധികൾക്കുമെതിരെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചർച്ച നടത്തി ഭരണകൂടം പറയുന്നത് കേട്ട് മാത്രമാണ് ജനപ്രതിനിധികൾ നിന്നത് എന്നാരോപിച്ചായിരുന്നു ഈ ജനപ്രതിനിധികൾക്കും MLA-മാർക്കും എതിരെ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ കൂകി വിളികളും നടന്നത്. അതിനിടയിലാണ് പോലീസ് വീണ്ടും ലാത്തി വീശുകയും ഇതെല്ലാം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും 2-3 തവണ പോലീസ് ലാത്തി വീശിയെങ്കിലും ജനങ്ങൾ ചിതറിപ്പോകാതെ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്ന സാധ്യതയാണുള്ളത്. എന്തായാലും സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പുൽപ്പള്ളിയിൽ പോലീസ് ജിൻസ്, ഇപ്പോൾ വീടിന് മുന്നില് ഈ കൊല്ലപ്പെട്ട പോളിന്റെ വീടിന് മുന്നില്
പ്രതിഷേധം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വീടിന് മുന്നിൽ റോഡിൽ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കാതെ വീണ്ടും ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. സമരസ്ഥലത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ ഉത്തരവായി ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്നാണോ ഈ ബന്ധുക്കളുടെ നിലപാട്? തീർച്ചയായും ടോം, ഈ അല്പസമയം മുൻപായിരുന്നു ഈ പുൽപ്പള്ളിയിൽ നിന്നും ഈ മൃതദേഹം പോലീസ് ഏറെ പണിപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധക്കാരിൽ നിന്നും ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇപ്പോൾ പോളിന്റെ സഹോദരൻ ഫാദർ കുര്യാക്കോസ് ഇപ്പോൾ വിസമ്മതിച്ചിട്ടുള്ളത്. ഈ സമര സ്ഥലത്ത് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഉത്തരവായി ലഭിച്ചാൽ മാത്രമേ ഈ മൃതദേഹം ഏറ്റെടുക്കൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീടിന് മുന്നിൽ ഇപ്പോൾ റോഡിൽ ആംബുലൻസിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാതെ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും ഇത് ഉത്തരവായി ഇറങ്ങുന്നതുവരെ എന്തായാലും ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് നേരത്തെ മുതലേ പറഞ്ഞിരുന്നു. കൃത്യമായി ഇതിന് ഈ തങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രേഖാമൂലം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് രാവിലെ മുതൽ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. എന്തായാലും സർവകക്ഷി യോഗത്തിൽ തീരുമാനം ഉണ്ടായെങ്കിൽ പോലും ഇത് രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ ഈ മൃതദേഹം തങ്ങൾ ഏറ്റുവാങ്ങൂ എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത്. ഇപ്പോൾ മൃതദേഹം ഈ വീടിന് സമീപത്തെ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ അല്പസമയത്തിനകം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടെ പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബ സുറിയാനി ഇടവക പള്ളിയിൽ തന്നെയായിരിക്കും സംസ്കരിക്കുക. മറ്റുള്ള ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ പുൽപ്പള്ളിയിൽ സമരം തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കേട്ടോ. അതോടൊപ്പം വലിയൊരു ആക്ഷേപം ഉയർന്നു വന്നത് ഈ പോളിന് ഈ ആനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ചികിത്സ നിഷേധിച്ചു എന്ന വലിയൊരു ആരോപണം ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ്. എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണോ? എന്ത് നടപടികളായിരിക്കും ഉണ്ടാകാൻ പോവുക ജിൻസ്? നിലവിൽ ഇന്നലെ രാവിലെ 9:30 ഈ പോള് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഉടനെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ 1 മണിക്ക് ശേഷമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കൃത്യമായി ചികിത്സ നൽകിയിരുന്നെങ്കിൽ തന്റെ പിതാവ് മരിക്കില്ലെന്ന് മകളും അതുപോലെ തന്നെ ബന്ധുക്കളടക്കം പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. കൃത്യമായി ചികിത്സ ലഭിച്ചില്ല എന്നുള്ള ആരോപണം ഇന്നലെ മുതലേ ഈ കുടുംബവും നാട്ടുകാരും ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തായാലും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനും ഈ ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ കമ്മീഷൻ ആയിട്ടുള്ള ബൈജുനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ 15 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ നടപടി ഉണ്ടായിട്ടുള്ളത്. അടുത്ത മാസം വയനാട്ടിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുതലേ ഈ പോളിന് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കുടുംബവും നാട്ടുകാരും ഉന്നയിച്ചിരുന്നു. അതിന് എന്തായാലും നിലവിൽ വനംവകുപ്പ് മന്ത്രി അടക്കം ഇതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ആണ് കൃത്യമായി ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നായിരുന്നു ആരോഗ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും പറഞ്ഞത്. എന്തായാലും നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വയനാട്ടിൽ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചയാണ്. വയനാട്ടിൽ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലും പുരോഗമിക്കുകയാണ്. എന്തായാലും ഹർത്താലിനോട് സഹായിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. രാവിലെ മുതൽ തന്നെ ആളുകൾ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു വ്യക്തമാണ്. ജിൻസ് തുടരുക. MS അനീഷ് കുമാറിൽ കൂടി ഒന്ന് പോവുകയാണ്. എന്തായാലും ജിൻസ് സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. വയനാട്ടിലെത്തിയ KSRTC ദീർഘദൂര ബസ്സുകളടക്കം പ്രതിഷേധക്കാർ തടയുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ ഈ കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു കൂടി ചത്തുവെന്ന വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കൂടി രാവിലെ വന്നിരുന്നു. കാരണം ഇത് വയനാട്ടിലെ ഈ വന്യമൃഗ ശല്യം കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥ. കാട്ടാന, കടുവ ഈ വയനാട്ടിൽ മാത്രമല്ല അനീഷ്, ഇന്ന് പാലക്കാട് ധോണിയിലും കഴിഞ്ഞ ദിവസം
ഇടുക്കിയിലും അതുപോലെ പത്തനംതിട്ടയിലും അടക്കം വന്യമൃഗങ്ങളുടെ, പ്രത്യേകിച്ച് കാട്ടാന, കടുവ, മറ്റ് കാട്ടുപോത്ത്, കാട്ടുപന്നി അടക്കമുള്ളവ മനുഷ്യജീവന് ഭീഷണിയാകുന്ന, മറ്റ് വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ മന്ത്രിമാരുടെ സംഘം അടുത്ത ആഴ്ച വയനാട്ടിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം എങ്ങനെയാണ്? ഈ ശാശ്വതമായ ഒരു പരിഹാരമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്? അനീഷ. അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് ഇതൊരു കൊഴിഞ്ഞു പറഞ്ഞ പ്രശ്നമാണ്. കാരണം ഒരു വശത്ത് വനത്തിൻ്റെയും വന്യജീവികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശക്തമായ കേന്ദ്ര നിയമങ്ങൾ നിലനിൽക്കുന്നു. മറുവശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിരന്തരമായി കാട്ടിൽ നിന്നും ഈ പുറത്തേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യജീവികൾ വരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർഷകർ തന്നെ ചില നിർദ്ദേശങ്ങൾ, കർഷക പ്രതിനിധികൾ തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഒന്ന്, ഈ കാട്ടാനയുടെയും അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെയും ആക്രമണത്തിൽ മരിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാര തുക ഉയർത്തുക എന്നതാണ്. ഈ 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്താൽ ഒരു കർഷകന്റെ ജീവന് പകരമാവില്ല എന്നതാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ രീതിയിലുള്ള കടമെടുത്തും സാമ്പത്തിക പ്രാരാബ്ദങ്ങളുടെയൊക്കെ നട്ടം തിരിഞ്ഞാണ് പലരും കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കൃഷിക്ക് പോലും ഭീഷണിയായി വന്യജീവികൾ പലപ്പോഴും ഇറങ്ങുന്നു. അങ്ങനെ നഷ്ടത്തിന് മേൽ നഷ്ടമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് കേവലം 5-10 ലക്ഷം രൂപ നൽകിയാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകില്ല. 50 ലക്ഷമെങ്കിലുമായി ഈ തുക ഉയർത്തണമെന്ന ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ജനവാസ മേഖലകളെയും കാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ സൗരോർജ്ജ വേലി പോലെയുള്ള അല്ലെങ്കിൽ വൈദ്യുതി വേലി പോലെയുള്ള കാര്യങ്ങൾ ഊർജിതമാക്കുക, എല്ലാ ഇടങ്ങളിലും സ്ഥാപിക്കുക. കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ട്രെഞ്ചുകൾ ഉണ്ടെങ്കിൽ തന്നെ ആന പോലുള്ള ജീവികൾ ഈ കൃഷിയിടത്തിലേക്കും അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കും മാറുന്നത് തടയാൻ കഴിയും. അത്തരത്തിൽ നിരവധി പദ്ധതികൾ വയനാട് ജില്ലയുടെ വിവിധ മേഖലകളിലായി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആ പദ്ധതികളൊന്നും പൂർണ്ണ തലത്തിലേക്ക് എത്താത്ത സാഹചര്യം അല്ലെങ്കിൽ ഒരിക്കലും ഫലപ്രാപ്തിയിൽ എത്താതെ പോകുന്ന പദ്ധതികളാണ്. ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായി തീരുമാനമെടുക്കുക. ഒപ്പം ഈ കലാപകാരികളായ ആനകളെ, മനുഷ്യജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാവുന്ന ആനകളെ കൃത്യമായി ഉൾക്കാട്ടിലേക്ക് അയക്കുക അല്ലെങ്കിൽ അവയെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുക. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിടുന്ന ആനകളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവുക. അത് പരസ്പരം സർക്കാരുകൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ പഴിചാരുന്നതിനപ്പുറം കൃത്യമായൊരു കോർഡിനേഷൻ, അന്തർ സംസ്ഥാന ഏകോപനം ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവുക, കൃത്യമായ വിവരങ്ങൾ നൽകുക. ഒപ്പം വനംവകുപ്പിന് ഒരു ആന ഒരിടത്തിറങ്ങിയാൽ അല്ലെങ്കിൽ കടുവ ഒരിടത്തിറങ്ങിയെന്ന് വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കർശനമായ മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകുക. ഈ അജീഷിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ കൃത്യമായി ഇത് നമ്മൾ കണ്ടിരുന്നു. കാരണം ആനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ വനംവകുപ്പ് അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഇത് സംബന്ധിച്ചൊരു മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയില്ല. അതുകൊണ്ട് ജനങ്ങൾക്കൊരു കരുതൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അന്തർ സംസ്ഥാന കോർഡിനേഷനും ഇത് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായ മുറയ്ക്ക് വനംവകുപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാവുക. ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ വയനാട്ടിലെയും മറ്റ് ഈ പരിസ്ഥിതിയും ഈ വനവും അല്ലെങ്കിൽ മൃഗങ്ങളും ജനങ്ങളുമായി സംഘർഷമുണ്ടാകുന്ന എല്ലാ ഇടങ്ങളിലും, ഇടുക്കിയിലെയും പാലക്കാട്ടെയും വയനാട്ടിലെയും എറണാകുളം കോതമംഗലത്തെയും ഒക്കെ കർഷകർ നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന ഒറ്റ നിബന്ധനയാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മന്ത്രിമാർ ഉടൻ വയനാട്ടിലേക്ക് എങ്ങനെ എത്തും, അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി വയനാട്ടിലേക്ക് ഇനി 20-നാണെങ്കിൽ പോലും എങ്ങനെ എത്തും എന്ന ചോദ്യം അങ്ങേയറ്റം പ്രസക്തമാണ്. മുഖ്യമന്ത്രി എത്തിയാൽ പോലും വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെയാണ് കേരള ഗവർണർ നാളെ ഈ വയനാട് സന്ദർശിക്കാൻ പോകുന്നു എന്ന വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. അദ്ദേഹം പാക്കത്തെ പോളിൻ്റെ വീട് സന്ദർശിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വന്യമൃഗ ശല്യമുണ്ടായ ഇടങ്ങളും ആക്രമണമുണ്ടായ സ്ഥലവും അദ്ദേഹം സന്ദർശിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. എന്തായാലും ജനപ്രതിനിധികൾ പോകാൻ മടിക്കുന്ന, മന്ത്രിമാർ പോകാൻ മടിക്കുന്ന, MLA മാർ പോകാൻ മടിക്കുന്ന ഇടത്തേക്ക് ഗവർണർ പോകുന്നു. നേരത്തെയും ഇത്തരത്തിൽ ഗവർണർ സർക്കാർ വിട്ടുനിൽക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പോകാൻ മടിക്കുന്ന ഇടങ്ങളിൽ പോയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഗവർണർ എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചൂടറിയുമോ അതോ ഗവർണർ ഒരു ആശ്വാസ മഴയായി ജനങ്ങൾക്ക് മാറുമോ എന്നതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഈ ധൈര്യമായി, ധീരതയോടെ
നമ്മുടെ ഗവർണർ ഒരു ഉന്നതനായ ഭരണാധികാരി ജില്ലയിലേക്ക് പോകാൻ പോകുന്നു. 20-നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം വനമന്ത്രിയും തദ്ദേശഭരണ മന്ത്രിയും അടക്കമുള്ള ആളുകൾ വയനാട്ടിലെത്തി ജനപ്രതിനിധികളുടെ ആവലാതികൾ കേൾക്കാനും നാട്ടുകാർക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാനും ഇത് ശാശ്വതമായ പരിഹാരം വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്തുകയും ചെയ്യുന്നത്. ഈ ചർച്ചകളിലേക്കാണ് ഇനി ജനം ഉറ്റുനോക്കാൻ പോകുന്നത്. ഇനിയുള്ള സന്ദർശനങ്ങളിലേക്കാവും ജനം ഉറ്റുനോക്കാൻ പോകുന്നത്. പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ എങ്ങനെ ഉയരും എന്നതാണ് കേരളം വയനാട്ടിലേക്ക് ഉറ്റുനോക്കാൻ പോകുന്നത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം വരാൻ മടിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് വരാൻ ഭയപ്പെടുന്ന സ്ഥലത്തേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ ആ പ്രതിഷേധ സ്ഥലത്തേക്ക് വയനാട്ടിലേക്ക് എത്തുന്നു എന്നത് അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസകരമായിരിക്കും. കാരണം ഒരു ഭരണതലത്തിലുള്ള ഒരു ഉന്നതൻ തന്നെ തങ്ങളുടെ പ്രശ്നം കേൾക്കാൻ എത്തുന്നു എന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ വലിയ ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ വരുന്നത് സ്വാഭാവികമായി അവരെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷെ അവിടെയും അനീഷ്, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം മരിച്ച അജീഷിന് 10 ലക്ഷം രൂപ അജീഷിന്റെ കുടുംബത്തിന് ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നു. ഈ പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. 10 ലക്ഷം രൂപ അടിയന്തരമായി കൊടുക്കുമെന്ന് വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ മാനദണ്ഡമില്ല. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഇടുക്കിയിൽ 2 ആളുകളെയായിരുന്നു കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ വർഷം മാത്രം ഇതുവരെ 5-ലധികം പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ ഇടുക്കിയിലെ സാഹചര്യത്തിൽ ഇടുക്കിയിൽ കൊല്ലപ്പെട്ടവർക്ക് യാതൊരു നഷ്ടപരിഹാരവും നൽകിയില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി 20-ലധികം ആളുകളെ കാട്ടാനാക്രമണത്തിൽ മാത്രം കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടു എന്ന കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. അവിടെയൊന്നും പലർക്കും നഷ്ടപരിഹാരം നൽകുന്നില്ല എന്ന വലിയ ആക്ഷേപമുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പോളിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള വിഷയങ്ങളും വീണ്ടും ചർച്ചയാകുന്നത്. ഒരു കൃത്യമായൊരു മാനദണ്ഡം ഈ വിഷയത്തിലുണ്ടോ? ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേറ്റുകയും അതോടൊപ്പം ഭവനം, വീടടക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ, ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ കൃത്യമായൊരു മാനദണ്ഡം സർക്കാരിന് മുന്നിലില്ലേ അനീഷ്? ടോം, അതുതന്നെയാണ് ഈ കർഷക സംഘടനകൾ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിൽ കൃത്യമായ ഒരു മാനദണ്ഡമില്ല. മരിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ബേലൂർ മഖ്നയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്, ദൗത്യസംഘവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടായിരുന്നത് തിരുനെല്ലി പഞ്ചായത്തിലാണ്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് വയനാട് പുൽപ്പള്ളി നഗരം ഈ പകൽ സാക്ഷ്യം വഹിക്കുന്നത്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ രാവിലെ മുതൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു. പിന്നീട് ജില്ലാ കളക്ടർ എത്തി ചർച്ച നടത്തുന്നു. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും വീട്ടിലേക്ക് പോയെങ്കിലും പക്ഷെ ഇപ്പോൾ വീടിന് മുന്നിലും സമാനമായിട്ടുള്ളൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് വാക്കാൽ പറഞ്ഞാൽ പോരാ, കൃത്യമായി എഴുതി നൽകണം. സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ, വാഗ്ദാനങ്ങൾ കൃത്യമായി എഴുതി നൽകണമെന്ന ആവശ്യമാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനിടെ ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന ആവശ്യം കർഷക സംഘടനകളും നാട്ടുകാരും സർക്കാരിന് മേൽ വെക്കുന്നുണ്ട്. കാരണം നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡമില്ല. വന്യജീവി ആക്രമണം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാര മാർഗമാണ് ഉണ്ടാകേണ്ടത് എന്ന വിവിധ വിഷയങ്ങൾ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും പുൽപ്പള്ളി നഗരത്തിലടക്കം പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ്. ഇവിടെയാണ് അജീഷിൻ്റെ മകളുടെ വാക്ക് വീണ്ടും കേരളം ഓർക്കേണ്ടത്. ആ കുഞ്ഞ് 13 വയസ്സുള്ള 8ാം ക്ലാസ്സുകാരിയായ അജീഷിൻ്റെ മകൾ പറഞ്ഞത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു, ഇനി ഒരു കുഞ്ഞിനും അച്ഛനെ നഷ്ടപ്പെടാൻ പാടില്ല. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ കണ്ണ് തുറക്കേണ്ടത്. ആ കുഞ്ഞിൻ്റെ വാക്ക് കേട്ടെങ്കിൽ സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.
ഞാൻ സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ കായംകുളം എരുവയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരുവ സ്വദേശി പ്രശാന്തിന്റെ ഭാര്യ ലൗലിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടക വീടിന്റെ സ്വീകരണ മുറിയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. കഴുത്തിൽ പാടുള്ളതായി പോലീസ് അറിയിച്ചു. 2 ദിവസം മുൻപ് ഇവരുടെ മക്കൾ ലൗലിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. തിരികെ ഇന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ളൊരു ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. ഭർത്താവ് കൊലപ്പെടുത്തിയെന്നാണ് ഈ ലൗലിയുടെ ബന്ധുക്കൾ പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ശരണ്യ? ടോം, അല്പസമയം മുമ്പാണ്, അതായത് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഇത്തരത്തിൽ കായംകുളം എരുവയിൽ ഈ ലൗലി എന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശാന്ത്, ഭർത്താവിന്റെ പേര് പ്രശാന്ത് എന്നാണ്, ഇയാൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ 2 ആഴ്ചയായി ഈ ലൗലിയുടെയും പ്രശാന്തിന്റെയും മക്കൾ ഇവർക്കൊപ്പം ഇല്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ലൗലിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കുട്ടികൾ ഇന്ന് അവിടെ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക്, അമ്മ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എത്തി. അവിടെ എത്തി രാവിലെ അമ്മൂമ്മയുമായാണ് എത്തിയത്. അവിടെ എത്തി വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും വിളി കേൾക്കാത്തതിനെ തുടർന്ന് പിന്നീട് കുട്ടികൾ നടത്തിയ പരിശോധനയിൽ വീടിന്റെ താക്കോൽ വെക്കുന്നിടത്ത് നിന്ന് താക്കോൽ കണ്ടെത്തി. തുടർന്ന് അകത്ത് കയറിയപ്പോഴാണ് അമ്മയുടെ മൃതദേഹം സ്വീകരണ മുറിയിൽ കണ്ടത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ലൗലിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ ഈ ലൗലിയും പ്രശാന്തും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയിച്ച് വിവാഹിതരായ ആളുകളാണ്. പിന്നീട് ദീർഘകാലം ഇവർ ചെന്നൈയിലായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക്, പരിസരവാസികളോടും പോലീസിൽ നിന്ന് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് കുറെ കാലമായി ലൗലി സ്വന്തം വീട്ടിലായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണോ പോലീസ് സൂചിപ്പിക്കുന്നത്? പരിസരവാസികളിൽ നിന്ന് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഇന്ന് രാവിലെ ഈ കുട്ടികൾക്കൊപ്പം വീടിനകത്ത് പ്രവേശിച്ച സ്ത്രീയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. കുട്ടികളുടെ അമ്മൂമ്മയോടൊപ്പം എത്തിയ ആളാണ് അവർ നമ്മളോട് പറഞ്ഞത് 4 വർഷം, അതായത് കുറെ നാളുകളെ, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതിനുശേഷം ചെന്നൈയിലായിരുന്നു. വളരെ കുറച്ച് നാളെ ആയുള്ളൂ ഇവർ കേരളത്തിലേക്ക് വന്നിട്ടും. ഒപ്പം തന്നെ മൂത്ത കുട്ടി, അതായത് ഈ ലൗലിയുടെയും പ്രശാന്തിന്റെയും 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി അമ്മൂമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നുള്ളതാണ്. എന്തായാലും 2 ആഴ്ച മുമ്പ് ഇവർ തമ്മിലുള്ള അസ്വാരസ്യത്തിന്റെയൊക്കെ പുറത്താണെന്ന് തോന്നുന്നു. കുട്ടികൾ 2 പേരെയും ഈ ലൗലിയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചു വന്നിരുന്നത്. എന്തായാലും ഇതിനകത്ത് കുടുംബം പ്രധാനമായി ആരോപിക്കുന്നത് കഴുത്തിൽ ഞെരിച്ച പാടുകൾ അതുണ്ട്. കഴുത്തിലും ഒപ്പം തന്നെ മുഖത്തും ഒപ്പം തന്നെ വായിലുമൊക്കെ രക്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് കണ്ടത് എന്നുള്ളതാണ് ആ കൂടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയായ യുവതി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇവർ ഈ വീടിനകത്തുനിന്ന് പ്രശാന്തിന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലൗലിയുടെയും പ്രശാന്തിന്റെയും മൊബൈൽ ഫോണുകളും ഇയാൾ കൊണ്ടുപോയിട്ടുള്ളതായി ആണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം. ഒപ്പം തന്നെ ഈ പരിസരവാസിയായ ഒരാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് പുലർച്ചെ ആ വീട്ടിൽ നിന്നും വാഹനം സ്റ്റാർട്ട് ചെയ്ത് പ്രശാന്ത് പോകുന്നതായി കണ്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൊലപാതകമാണ് എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് കുടുംബം ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം കുറെ നാളുകളായി ഇവർ തമ്മിൽ പ്രശ്നമായിരുന്നു. 4 മാസക്കാലമായി ആയുള്ളൂ ഇവർ രമ്യതയിലാവുകയും മറ്റൊരു വാടക വീട്ടിലേക്ക് ഈ ലൗലിയുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വാടക വീടെടുത്ത് ആ വീട്ടിൽ താമസിക്കുവാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണോ ഈ വിഷയത്തിലേക്ക് നയിച്ചത്? എന്തായാലും കൊലപാതകമാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസാണ് അത് പറയേണ്ടത്. ഇൻക്വസ്റ്റ് നടപടികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴും മൃതദേഹം വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ടോം, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കായംകുളത്തെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഭർത്താവ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ SFIO അന്വേഷണം നിലനിൽക്കുമെന്ന് കോടതി. SFIO അന്വേഷണം നിയമപരമെന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അന്വേഷണം പൂർണ്ണമായും നിയമപരമാണ്. അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ല. അന്വേഷണം തടയാൻ വീണ വിജയൻ ഉന്നയിച്ച നിലനിൽക്കില്ല. നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നതെന്നും
വിധി പകർപ്പിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇന്നലെയാണ് CPM-നെ സംബന്ധിച്ചും വീണ വിജയനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതായത് എക്സാലോജിക്കിനെതിരായിട്ടുള്ള SFI അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജി പൂർണ്ണമായും തള്ളുന്നു. ഇപ്പോൾ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. 46 പേജാണ് വിധി പ്രസ്താവത്തിലുള്ളത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ടോം, ഇതിൽ SFIയുടെ അന്വേഷണം നിലനിൽക്കുമെന്നാണ് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ വിധിയിൽ പറയുന്നത്. SFI അന്വേഷണം നിയമപരമെന്ന് കോടതി പറയുന്നു. അന്വേഷണം പൂർണ്ണമായും നിയമപരം തന്നെയാണ്. അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ല. അന്വേഷണം തടയാൻ വീണ വിജയൻ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. നിയമം പാലിച്ചു തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുമില്ല. വിശാല അധികാരമുള്ള ഒരു ഏജൻസിയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO. അവർക്ക് രാജ്യത്തെ ഇത്തരം കാര്യങ്ങൾ എവിടെ നടന്നാലും ഇത്തരം ഇടപാടുകൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്താനുള്ള വിശാലമായ അധികാരം അവർക്കുണ്ട്. അവരുടെ അധികാരങ്ങൾ കൈകടത്തുകയോ ഇടപെടുകയോ സാധിക്കുകയുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം തടയണമെന്ന് പറയാനായിട്ട് സാധിക്കുകയുമില്ല. അതോടൊപ്പം തന്നെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇതിന് പ്രാഥമികമായ ഒരു അന്വേഷണം കഴിഞ്ഞിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം തടയാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാകുന്നു. ഇന്നലെ ഒറ്റ വിധിന്യായം മാത്രമായി ഒരു വരി മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഈ സ്റ്റേ അനുവദിക്കണം, ഇത് അന്വേഷണം നിർത്തണമെന്നൊരാവശ്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് സാധിക്കുകയില്ല. വീണ വിജയന്റെ ഹർജി തള്ളുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു വിധി പകർപ്പിൽ അതിന്റെ ഒരു പൂർണ്ണ രൂപം അത് എന്താണെന്ന് വ്യക്തമായിരുന്നില്ല. ഇതാണിപ്പോൾ 46 പേജുള്ള ഒരു വിധി പകർപ്പ് അതിൽ പുറത്തു വന്നിരിക്കുന്നു. അതിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. SFIയുടെ അന്വേഷണം നിയമപരമാണ്. അന്വേഷണം റദ്ദാക്കാനോ തടയുവാനോ ഒരിക്കലും തന്നെ സാധിക്കുകയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ ചട്ടങ്ങൾ തീർച്ചയായും, കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ ROCയുടെ അന്വേഷണം നടക്കുന്നതിനാൽ SFI അന്വേഷണം അനിവാര്യമല്ല എന്ന രീതിയിലായിരുന്നു വീണ വിജയൻ തന്റെ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കൃത്യമായും കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. SFI ഒരു വിശാല അധികാരമുള്ള ഏജൻസിയാണ്, കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസിയാണ്. അതിപ്പോൾ ഈ വീണ വിജയന്റെ എക്സാലോജിക്കിന് മാസപ്പടിയായി CMR ഈ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRൽ മാസപ്പടിയായി 1,72,00,000 രൂപ നൽകിയെന്ന വിഷയത്തിലാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത്. നേരത്തെ CMRലിന്റെയും അതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെയും ആസ്ഥാനങ്ങളിൽ SFIO പ്രാഥമികമായി അന്വേഷണം നടത്തിയിരുന്നു. ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. വീണ വിജയന്റെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ രേഖകൾ ലഭിച്ചു എന്നുമായിരുന്നു SFIയുടെ കോടതിയിൽ നിർത്തിയ വാദം. എന്തായാലും SFIയുടെ തുടർ നീക്കം, അടുത്ത നീക്കം എന്താണ് എന്നൊരു ആകാംക്ഷയുണ്ട്. അത് സ്വാഭാവികമായും വളരെ വിശാലമായ അധികാരമുള്ളതിനാൽ ഒരു അറസ്റ്റിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ? ഉടൻ തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കമായിരിക്കുമോ ആദ്യമായി SFIയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഡാനി, സ്വാഭാവികമായും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് നേരത്തെ തന്നെയും ഇതുമായി ഈ കേസിൽ KSIDCയുടെ അടക്കം പരിശോധന നടക്കുമ്പോൾ അവരുടെ പക്കലുള്ള രേഖകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് വീണ വിജയൻ അടക്കം നൽകിയിരുന്നു. ഈ സമൻസ് അവർക്ക് നിലവിൽ അവർക്കുണ്ട്. എക്സാലോജിക്കിൽ അടക്കം പരിശോധന നടത്തുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതിനോട് അനുബന്ധിച്ച് തന്നെ എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ വീണ വിജയനെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ ഇനിയിപ്പോൾ വീണ വിജയന് മുന്നിലുള്ള ഒരു വഴികൾ എന്ന് പറയുന്നത് ഈ സിംഗിൾ ബെഞ്ച് വിധിയാണ്. അത് ചോദ്യം ചെയ്യാം. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്യാം. ഒപ്പം തന്നെയും ഇതിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിലെ കൃത്യമായ രീതിയിൽ ഒരു ഓർഡർ വാങ്ങിക്കാനുള്ള സാധ്യതയും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വീണ വിജയന് മുന്നിലുള്ള ഈ വഴികളുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തെ തടയുവാനോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. ROCയുടെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ SFIയുടെ അന്വേഷണം നടത്തേണ്ടതില്ല. അത് അനധികൃതമാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ROC അവരുടെ അന്വേഷണം പൂർത്തിയാക്കി പ്രാഥമികമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്.
ഈ ഒരു സാഹചര്യത്തിലാണ് SFIയുടെ അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി പറയുകയും ചെയ്തത്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ എക്സാലോജികളടക്കം പരിശോധനയും അതോടൊപ്പം തന്നെ ഇതിൽ ഏത് ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യം ചെയ്യലും ആവശ്യമുണ്ടെങ്കിൽ വീണ വിജയനടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായും തന്നെയുണ്ട്. അതിന്റെ തുടർ നടപടികൾ പിന്നീട് എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും KSIDCയിലെയും CMRLലെയും എല്ലാം തന്നെയും പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അവിടുന്ന് ഇതുവരെ അവിടെ നിന്ന് എന്ത് കണ്ടെത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും അതൊരു പബ്ലിക് ഡോക്യുമെന്റിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളോ SFIയോ പുറത്തുവിട്ടിട്ടില്ല. ഇനി ഇതിൽ എന്താണ് SFIയുടെ ഒരു കണ്ടെത്തൽ എന്നത് ഈ വിധിക്ക് ശേഷം ഇപ്പോൾ പരിശോധന നടത്തുവാനുള്ള അന്വേഷണം നടത്തുവാൻ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എക്സാലോജികളടക്കം പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഒരു പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുക. ഇതിൽ വീണ വിജയൻ അന്വേഷണത്തെ ചെറുത്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം ഡിവിഷൻ ബെഞ്ചിനെയും മറ്റും സമീപിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യം അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഒരു നിയമപരമായ നീക്കം വീണ വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഈ കർണാടക ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്, അതായത് SFI അന്വേഷണം തുടരാമെന്ന ഉത്തരവിനെതിരെ വീണ വിജയൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണണോ? ഇക്കാര്യത്തിൽ വീണ വിജയന്റെ നിലവിൽ അതിൽ തിരിച്ചടി തന്നെയാണ് ഈ കേസിൽ ഏറ്റിരിക്കുന്നത്. കാരണം അത് ഇനിയും മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അതിൽ ഒരുപക്ഷെ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല അവസ്ഥയിലേക്ക് പോകും. അതുമാത്രവുമല്ല, കേരള ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ KSIDCയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പേടിക്കുന്നു, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നിരുന്നു. അതുമായി അത്തരം ചോദ്യങ്ങൾക്ക് KSIDCക്ക് വലിയ രീതിയിലൊരു ഉത്തരം നൽകാനില്ലാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു. കാരണം സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ കോടതിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ പരാമർശങ്ങൾ പോലും വീണ വിജയനെ മാത്രമല്ല ബാധിക്കുക, അത് CPMനെ തന്നെ ഇവിടെ സംസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് അടക്കം അത്തരം പരാമർശങ്ങൾ പോകും. അതുകൊണ്ട് വളരെ കരുതലോടെ മാത്രം ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് മുന്നിലുള്ള വഴികൾ എന്ന രീതിയിൽ മാത്രമാണ് ഡിവിഷൻ ബെഞ്ചിനടക്കം സമീപിക്കുക എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ നിയമ വഴികളിൽ അവരുടെ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കേരള ഹൈക്കോടതിയിൽ നിന്ന് KSIDCയുടെ കേസിൽ ഉണ്ടായ സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും കർണാടക ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അടക്കം ഉണ്ടായേക്കാം. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ഇവരെ മാറ്റുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കരുതലോടുകൂടി ഇനി നിയമ വഴികളിൽ അവർ മുന്നോട്ട് പോകുകയുള്ളൂ. സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇനി അടുത്ത നടപടി SFIയുടെ എന്ത് എന്നത് അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ടോം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയുടെ വിധി പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SFI അന്വേഷണം നിയമപരമെന്നാണ്, അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ല എന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടമരണ കേസ് കൂടിയുണ്ട്. അവിടുത്തെ നാട്ടുകാരെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ഒരു കൂട്ടമരണ കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ 3 പേരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് സ്വദേശി സൂര്യപ്രകാശ്, അമ്മ ലീല, ഭാര്യ ഗീത എന്നിവരാണ് മരിച്ചത്. അമ്മയെയും ഭാര്യയെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ക്വാർട്ടേഴ്സിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. ബൈജു, ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, ഇന്ന് രാവിലെയാണ് 3 പേരെയും ഇത്തരത്തിൽ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ്. ഈ അമ്മയെയും അതുപോലെ തന്നെ ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സൂര്യപ്രകാശിന്റെ മൃതദേഹം അടുക്കളയിലും ഒപ്പം ഈ ഭാര്യയുടെയും
മാതാവിൻ്റെയും മൃതദേഹം ബെഡ്റൂമിലുമായിരുന്നു കണ്ടെത്തിയത്. എന്തായാലും ഇവർക്ക് 3 മക്കളാണുള്ളത്. 2 പെൺമക്കളും 1 മകനും. 2 പെൺമക്കളും വിവാഹം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീടുകളിലാണ് താമസം. ഈ മകൻ എറണാകുളത്ത് പോയൊരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ഇവർ ആത്മഹത്യ നടത്തിയിരുന്നത്. ആ മകനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. അമ്മയും വല്യമ്മയും പോയി, ഞാനും പോകുന്നു എന്നായിരുന്നു ഈ സൂര്യപ്രകാശ് മകനോട് അറിയിച്ചത്. ഉടൻ തന്നെ മകൻ തന്റെ സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയും വീട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്യായിരുന്നു. പിന്നീട് വീട് തുറന്നു നോക്കുമ്പോഴാണ് 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കുറ്റിക്കോലിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഒരു ഭർത്തൃമതി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ആത്മഹത്യാ വാർത്തകൾ, ഒപ്പം ഈ കൂട്ട ആത്മഹത്യ ഉള്ള ഒരു വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ ഖേദകരം തന്നെയാണ്. എന്തായാലും രാവിലെ തന്നെ അത്യന്തം ദുഃഖകരമായ വാർത്ത തന്നെയാണ് കാസർഗോഡ് നിന്നും ഇത്തരത്തിൽ പുറത്തു വന്നത്. നിരവധി പേരാണ് ഈ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിയത്. ഇയാൾ വർഷങ്ങളായി കാഞ്ഞങ്ങാട് നഗരത്തിൽ വാച്ച് വർക്ക്സ് കട നടത്തുന്ന ആളാണ്. സൗമ്യനായ ഒരാളാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജനങ്ങൾ ഈ ഇവിടെ എത്തിയിരുന്നു. ഈ വിവരം അറിഞ്ഞ് നിരവധി പേരെത്തിയിരുന്നു. എന്നാലും ഹോസ്ദുർഗ് പോലീസ് എത്തി വിശദമായ അന്വേഷണം നടത്തിയതിൽ ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുറിപ്പിലും തനിക്ക് സാമ്പത്തിക ബാധ്യത മൂലമാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുന്നതെന്നും എന്തായാലും ഈ കുറിപ്പിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസും ആദ്യ സൂചനയും ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത മൂലമാണ് ഈ സംഭവം എന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടത്തും. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണം ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരേണ്ടതുണ്ട്. വിഷം അമ്മയ്ക്കും, അതായത് 90 വയസ്സുള്ള അമ്മ ലീല, ബൈജു, ഇത് ഈ കുടുംബ പ്രത്യേകിച്ച് 3 മക്കളുണ്ട്. മക്കൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? നമുക്കറിയാം ഈ സമീപകാലത്ത് ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടും ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തുടർന്നും വലിയ കൂട്ടമരണങ്ങൾ കേരളത്തിലെ പല വീടുകളിലും സംഭവിക്കുന്നുണ്ട്, കൂട്ടാത്മഹത്യകൾ. ഇതൊക്കെ ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലെന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നത് ഏറെ വേദനാജനകമാണ്. ഈ ഒരു വിഷയത്തിൽ ഇത്തരം ആത്മഹത്യയെക്കുറിപ്പൊക്കെ കണ്ടെത്തിയെങ്കിൽ പോലും കുടുംബത്തിന് എന്തെങ്കിലും സംശയമുണ്ട്, എന്തെങ്കിലും ദുരൂഹത ഈ മരണത്തിലുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ ബൈജു? ടോമേ, നിലവിൽ അത്തരത്തിലുള്ള സംശയം ഒന്നും തന്നെ ഈ കുടുംബം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത, ഒപ്പം ഈ സ്ത്രീധന പീഡനം, വളരെ നിസ്സാരമായ കാരണങ്ങൾ, ഇത്തരത്തിൽ നിരവധി ഇത്തരത്തിലുള്ള ആത്മഹത്യകളാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ ഇടയിൽ നിന്നാണ് ഇത്തരത്തിൽ വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് ഇത്തരത്തിലൊരു കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ ഓരോ ദിവസങ്ങളിലും ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വരുന്നത്. എന്തായാലും ഈ ചെറിയ പ്രശ്നങ്ങൾ, നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഇത്തരം ആത്മഹത്യയിലേക്ക് നയിക്കുകയും ഇതിന് ബാക്കി പത്രമായി ഇവരുടെ മക്കൾ ഇതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിൽ എന്തായാലും ഇതിന് മനഃശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം, അല്ലാതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെയാണ് ഈ മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യകൾ കൂടി വരുന്നത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 2 മാസത്തിനിടെ 3ഓളം ആത്മഹത്യയായിരുന്നു നടന്നത്. ഇതിൽ ഒരു ആത്മഹത്യ നടന്നതിൽ ഭർത്തൃ പീഡനത്തിനെ തുടർന്നായിരുന്നു. ഈ ഭർത്താവിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപാണ് ഒരു അധ്യാപിക തന്റെ മകളെയും കൊണ്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ നിരന്തരം വളരെ ദുഃഖകരമായ വാർത്തകൾ കേൾക്കാനിടയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും ഒപ്പം സ്ത്രീധന പീഡനമാണ് ഏറ്റവും ഇതിൽ കൂടുതലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. നിസാര കാരണങ്ങൾ ചൊല്ലിയുള്ള തർക്കം ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന് ഒരു കൃത്യമായ ഇതിന് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നതിനെ ആവശ്യം നേരത്തെയും ഉയർന്നിരുന്നു. ഇന്ന് നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന് തന്നെയാണ് ഹോസ്ദുർഗ് പോലീസ് വ്യക്തമാക്കുന്നത്. കേട്ടോ, കെ വി ബൈജു കാസർഗോഡ് നിന്ന് സൂചിപ്പിച്ചതുപോലെ അപകടകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിലെ പല വീടുകളിലുമുള്ളത്. പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള അല്ലെങ്കിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും മാനസികമായി തകരുന്ന മലയാളികളുടെ ഒരു മനോഭാവം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ
മലയാളി കുടുംബം, 4 കുടുംബം ആത്മഹത്യ ചെയ്തേറെ നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. ഭാര്യയെയും ഇരട്ടക്കുട്ടികളായ 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ 2 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം യുവാവ് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ, ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഒരു കൃത്യമായ ഒരു ബോധവൽക്കരണമാണ് വേണ്ടത്. കാരണം ഇത്തരം പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ കൃത്യമായി പഠിക്കുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.